വഖഫ് വിഷയത്തിൽ ഓൾ ഇന്ത്യ മുസ്ലിം ലോ ബോർഡ് പ്രഖ്യാപിച്ച ബന്ദിനെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ ബന്ദ് പ്രഖ്യാപിച്ച നടപടി രാജ്യത്ത് സംഘർഷം സൃഷ്ടിക്കാനാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അന്തർദേശീയ അധ്യക്ഷൻ അഡ്വക്കേറ്റ് അലോക് കുമാർ പറഞ്ഞു. ബന്ദിൽ ഹിന്ദുക്കൾക്കെതിരെ അക്രമം നടക്കാൻ സാധ്യതയുണ്ട്. നബിദിന ആഘോഷങ്ങളുടെ മറവിൽ രാജ്യത്ത് സംഘർഷങ്ങളും അക്രമങ്ങളും നടക്കുന്നത് ആശങ്കാജനകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവരങ്ങൾ നന്ദഗോപൻ നൽകും. നന്ദൻ, വളരെ ബോധപൂർവമായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുവാൻ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മളത് ഉത്തർപ്രദേശിൽ കണ്ടു. യോഗി സർക്കാർ ശക്തമായി ഇസ്ലാമിസ്റ്റുകളെ ലാത്തികൊണ്ട് നേരിട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ ബോധപൂർവമായി നമ്മുടെ രാഷ്ട്രത്തിന്റെ പല ഭാഗങ്ങളിൽ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ ജിഹാദികൾ ശ്രമിക്കുന്നുവെന്നാണോ VHP ചൂണ്ടിക്കാണിക്കുന്നത്? മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ഇരട്ടത്താപ്പാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മാത്രമല്ല, ഇതര മുസ്ലിം സംഘടനകളും ഈ വഖഫ് ഭേദഗതി വിഷയത്തിൽ ഇരട്ടത്താപ്പ് നടത്തുന്നു എന്നുള്ളതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. ആ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളെ മാനിക്കുന്നു എന്ന് ഒരു കോണിൽ കൂടി ഈ മുസ്ലിം പേഴ്സണൽ ബോർഡിനോടും അതേപോലെ തന്നെ ഇതര മുസ്ലിം സംഘടനകളും പറയുമ്പോൾ തന്നെ ഇപ്പുറത്ത് ഈ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അടുത്ത മാസം. അതായത് മുസ്ലിം കടകൾ അല്ലെങ്കിൽ മുസ്ലിം സ്ഥാപനങ്ങൾ ഇതെല്ലാം തന്നെ പൂർണ്ണമായും വാഹനങ്ങളൊന്നും തന്നെ നിരത്തിലിറക്കരുത്, ഇത്തരത്തിലുള്ള ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ മുസ്ലിം പേഴ്സണൽ ബോർഡിന്റെ പിന്തുണയോടുകൂടി തീവ്ര ഇസ്ലാമിക സംഘടനകളാണ്. ഇതാണ് കൃത്യമായി വിശ്വ ഹിന്ദു പരിഷത്ത് ചോദ്യം ചെയ്യുന്നത്. ഈ ബന്ദിന്റെ മറവിൽ രാജ്യത്ത് ഉടനീളം വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുന്നു. മാത്രമല്ല, ഹിന്ദുക്കൾ സ്വയരക്ഷ കരുതണമെന്നുള്ള ആഹ്വാനവും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതായത് ഇത്തരം അക്രമങ്ങളിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ അക്രമങ്ങളിലേക്ക് ഏർപ്പെടുകയല്ല, മറിച്ച് നിയമപാലകരുടെ അവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കണമെന്നുള്ള നിർദ്ദേശമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വെക്കുന്നത്. ഇതിനെല്ലാം ഉപരി നബിദിനമടക്കമുള്ള ഇത്തരം ആഘോഷങ്ങളുടെ മറവിൽ രാജ്യത്തുടനീളം വലിയ രീതിയിൽ അക്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വിശ്വ ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ അക്രമങ്ങളുടെ പല പരമ്പരകൾ ഉത്തർപ്രദേശിലും അതേപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ കണ്ടതാണ്. ഐ ലവ് മുഹമ്മദ് എന്നുള്ള ബാനറിന്റെ പേരിലായിരുന്നു സംഘർഷം. അത്തരം ബാനറുകൾ പ്രദർശിപ്പിക്കുന്നതിൽ ഒരു തരത്തിലുള്ള എതിർപ്പുകളോ വിശ്വ ഹിന്ദു പരിഷത്തിനോ ഹൈന്ദവ സംഘടനകൾക്കോ ഇല്ല എന്നുള്ളതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. മറിച്ച് ക്ഷേത്രങ്ങൾക്ക് സമീപവും ഗംഗാ നദീ തീരത്തുമൊക്കെ ഇത്തരം ഹൈന്ദവ ആഘോഷങ്ങൾ നടക്കുന്നിടത്ത് മറ്റ് ഇതര മതസ്ഥർക്ക് പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിൽ ഇത്തരം ബാനറുകൾ പ്രദർശിപ്പിക്കുന്നതിനെ ശക്തമായി വിശ്വ ഹിന്ദു പരിഷത്ത് എതിർക്കുന്നു എന്നുള്ളത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന അലോക് കുമാർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കണം. അതായത് ഈ ബന്ദിന് ആഹ്വാനം ചെയ്ത നടപടികൾക്കെതിരായിട്ടുള്ള മറ്റ് തുടർ നടപടികളിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കടക്കണമെന്നുള്ള ആവശ്യമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹിന്ദുക്കൾ സ്വയരക്ഷ കരുതണം. അതേപോലെ തന്നെ അത്തരം സ്വയരക്ഷകൾ അത് ആക്രമണത്തിലേക്ക് വഴിവെക്കരുത്, മറിച്ച് നിയമപാലകരുമായി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വഖഫ് ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അടുത്ത മാസം മുസ്ലിം ലോ ബോർഡ് നടത്താൻ ഇരിക്കുന്ന ബന്ദിനെ വിമർശിച്ചുകൊണ്ട് VHP രംഗത്തെത്തിയിരിക്കുകയാണ്. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ ബോധപൂർവമായി സംഘർഷമുണ്ടാക്കി ഹിന്ദുക്കളെയും മറ്റ് ഇതര മതവിഭാഗക്കാരെയും ലക്ഷ്യമിടുന്നുവെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ മുന്നറിയിപ്പ്. നന്ദഗോപനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.